തൃപ്രങ്ങോട് കൈനിക്കരയിൽ രോഗിയുടെ പേരിൽ അനൗൺസ് വാഹനവുമായി പിരിവിനെത്തിയ സംഘത്തെ നാട്ടുകാർ പിടികൂടി. പിരിച്ചെടുത്ത പണം സൂക്ഷിച്ചിരുന്ന ബക്കറ്റ് ഉപേക്ഷിച്ച് സംഘത്തലവൻ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. പോലീസ് എത്തി വാഹനത്തിന്റെ ഡ്രൈവറെയും സഹായിയെയും കസ്റ്റഡിയിലെടുത്തു. നിസാമ ഒരു ബസ്സിൽ ഉത്തരവാദിത്തം കണ്ടക്ടർക്കാണ്. ആ ബസ്സിന്റെ ഫിറ്റ്നസും ഇൻഷുറൻസും ഒക്കെ കണ്ടക്ടറാണ് നോക്കുന്നത്. ഡ്രൈവിംഗിൽ അടക്കട്ടെ. പഴയ ലേബിൾ വെച്ചിട്ട് ഇവര് പൈസ ഉണ്ടാക്കുക. വൈകുന്നേരത്തെ കൂത്താടാൻ വേണ്ടിട്ട് പൈസ ഉണ്ടാക്കുക. ജനങ്ങളുടെ പൈസ ഉണ്ടാക്കുക. നാളെ പിന്നെ എനിക്ക് അസുഖം വരില്ലെന്ന് പറയാൻ പറ്റുമോ? നമുക്കൊക്കെ വരും. നമ്മളൊക്കെ പെരേത് പെരക്കാരൊക്കെ ഇപ്പൊ അവിടുത്തെ രാജേനോട് വരിക. അല്ല ഞാനൊരു സംഖ്യ കൊടുത്തലേക്ക് കേൾക്കുന്നു. ഇവരിതൊക്കെ പെരക്കാരെ മുന്നിൽ ചെന്ന് കൈയ്യട്ടാ. ഏത് ജാത്തോനും കൊടുക്കും, ഏത് ജാത്തോനും കൊടുക്കും. ഈ മേലില് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാലും ശരി ഈ ഭാഗത്ത് നിങ്ങൾ അടുപ്പിക്കൂല. നിങ്ങൾ ഒരു ടീമിനെ അടുപ്പിക്കൂല. നിങ്ങൾ ഇനി പിരിക്കണ്ട. ഞങ്ങളൊക്കെ ചാരിറ്റി. രോഗികളുടെ ചിത്രം പതിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചും ഉച്ചഭാഷിണി സംവിധാനങ്ങൾ ഘടിപ്പിച്ചുമാണ് ജീപ്പ് പ്രദേശത്ത് പിരിവ് നടത്തിയിരുന്നത്. വീടുകൾ കേന്ദ്രീകരിച്ച് കയറിയിറങ്ങുകയായിരുന്നു. പ്രധാനമായും പണപ്പിരിവ്. ചികിത്സാ സഹായം ആവശ്യമുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളും വിവരണങ്ങളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ വാഹനം തടഞ്ഞു ചോദ്യം ചെയ്യുകയായിരുന്നു. ചികിത്സയിലുള്ള രോഗിയെക്കുറിച്ചോ ചികിത്സ നടത്തുന്ന ആശുപത്രിയെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ നൽകാൻ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് കഴിഞ്ഞില്ല. ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെ ഇവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നാട്ടുകാർ സംഘടിക്കുന്നത് കണ്ടതോടെ ബക്കറ്റുമായി പിരിവ് നടത്തിയിരുന്നയാൾ പണമടങ്ങിയ ബക്കറ്റ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇതോടെ നാട്ടുകാർ മറ്റുള്ളവരെ തടഞ്ഞുവെച്ച് തിരൂർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി വാഹനത്തിന്റെ ഡ്രൈവറെയും സഹായിയായി ഉണ്ടായിരുന്ന ഒരാളെയും കസ്റ്റഡിയിലെടുത്തു. ഓടിപ്പോയ ആൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മാസങ്ങൾക്ക് മുൻപ് തൊട്ടടുത്ത പ്രദേശമായ പൊയിലിശ്ശേരിയിലും സമാനമായ രീതിയിൽ വ്യാജ പണപ്പിരിവ് നടന്നിരുന്നതായും അന്ന് പിടിയിലായവരും സമാനമായ രീതിയിലായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നതെന്നും നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. ഇത്തരം വ്യാജ സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നത് യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്ന രോഗികൾക്ക് ലഭിക്കേണ്ട സഹായങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് 3 Max Live. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.